ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ടാക്സി ഡ്രൈവറും വക്കീലും നല്ല കോമ്പിനേഷൻ. പ്രേമമാണോ അതോ ഇടപാട് മറ്റേതാണോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ചീഞ്ഞഴുകിയ സ്വന്തം മനസ്സിലിരിപ്പ് അവിടെ തന്നെ ഇരുന്നാ മതി. ഇങ്ങോട്ട് എടുക്കണ്ട, പറഞ്ഞേക്കാം. സാറേ, വക്കീലിന് നാളെ ഇവിടുത്തെ കോടതിയിൽ കേസുണ്ട്. ഞങ്ങള് അതിന്റെ ആവശ്യത്തിന് വന്നതാണെന്ന് പറഞ്ഞില്ലേ? ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഇന്ന് പോവാൻ സമ്മതിക്കണം. സച്ചി എന്തിനെങ്ങനെ അപേക്ഷിക്കുന്നേ? നമ്മൾ ഇങ്ങനെ പിടിച്ചോണ്ട് വരാൻ ഇവർക്ക് ഒരു റൈറ്റ്സും ഇല്ല. ഹോട്ടലിൽ അനാശാസം നടക്കുന്നു ഇൻഫർമേഷൻ കിട്ടിയിട്ടാ പോലീസ് അവിടെ വന്നത്. അനാശാസിയോ? ഞാനൊരു ലീഡിംഗ് ലോയറാ. കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പല ഹോട്ടലുകളിലും താമസിക്കേണ്ടി വരും. എന്റെ കൂടെ എന്നെ സഹായിക്കാൻ പലരും ഉണ്ടാവും. അതൊക്കെ അനാശാസിയാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത്? എന്ത് നെറുകേടും കാണിക്കാനുള്ള ലൈസൻസ് ആണ് ഈ കാക്കിയെന്ന് കരുതരുത്. നിങ്ങളുടെ തോന്നിവാസത്തിന് കളയാനുള്ളതല്ല എന്റെ സമയം. ഇതിനൊക്കെ കോടതിയിൽ കയറ്റി നിർത്തി നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിക്കും ഞാൻ. നോക്കിക്കോ. സച്ചിവാ, നിക്കവിടെ. അങ്ങനെ പോവാനല്ലല്ലോ ഹോട്ടൽ മുറി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. SP ഇടപെട്ട കേസാ. സാറ് വന്നിട്ട് പോയാ മതി. രാജ്യത്തെ നിയമങ്ങളെ കുറിച്ചൊന്നും മാഡത്തിന് വലിയ പിടിയില്ലാന്ന് തോന്നുന്നു. പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഒരു ഹോട്ടൽ മുറിയിൽ ഒന്നിച്ച് താമസിക്കുന്നതിന് ഈ രാജ്യത്ത് നിയമപരമായ ഒരു തടസ്സവും ഇല്ല. വേണമെങ്കിൽ ഒരുമിച്ച് താമസിക്കാം, ഒരുമിച്ച് ഉറങ്ങാം, ഒരുമിച്ച് ജീവിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം പൗരന്മാർക്കുണ്ട്. ഞങ്ങളുടെ പേരിലെടുത്ത കേസ് എന്താ അത് പറയണം. ഇതുവരെ നിങ്ങൾ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിങ്ങളുടെ പേര് കേസെടുക്കാൻ SP പറഞ്ഞിട്ടില്ല. അത് ശരി. അപ്പോ മനഃപൂർവ്വം നാട്ടുകാരുടെയും മീഡിയക്കാരുടെയും മുമ്പിൽ അപമാനിക്കുകയായിരുന്നു ലക്ഷ്യം, അല്ലേ? ഞങ്ങൾ ഈ ട്രാപ്പിൽ പെടുത്താൻ കളിച്ച എല്ലാവരെയും കോടതി മുറിക്കുള്ളിൽ കയറ്റി നിർത്തും ഞാൻ. ഈ തൊപ്പിയും കാക്കിയും നിങ്ങളുടെ അധികാരവും ഒക്കെ അവിടെ നിങ്ങളെ രക്ഷിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇവിടെ കിടന്ന് ഞങ്ങളോട് ആള് കളിച്ചിട്ട് കാര്യമില്ല വക്കീലെ. മോളിൽ നിന്നുള്ള ഉത്തരവാ. ആ ഉത്തരവ് തന്നത് മുകളിൽ നിന്നുള്ള ഏത് പൊന്നു തമ്പുരാനായാലും അഡ്വക്കേറ്റ് ആരതി വർമ്മ സ്വന്തം ഇഷ്ടപ്രകാരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞേരെ. പിന്നെ ഓൺലൈൻ മീഡിയക്കാരാണെന്ന് പറഞ്ഞ് കുറെ പേരെ കൊണ്ട് നിങ്ങൾ വീഡിയോ എടുപ്പിച്ചല്ലോ. അതിലൊരു ക്ലിപ്പ് ഒരെണ്ണം പുറത്തു വന്നാ പിന്നെ നിങ്ങൾ എല്ലാവരും കോടതി വരാതെ കയറി ഇറങ്ങി നടന്ന് ജീവിതം പാഴാക്കേണ്ടി വരും. അതിന് ഏത് അറ്റം വരെ വേണമെങ്കിലും ഞാൻ പോവും. ഇനി ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ വാറന്റും കൊണ്ട് ഞങ്ങളുടെ പിന്നാലെ വന്നേരെ. വാസച്ചി, ഞാൻ പറഞ്ഞിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്.